നമസ്തേ. ടാരോട്ട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. നിങ്ങൾ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതിനകത്ത് ഓരോ കാര്യങ്ങളും റെസനേറ്റായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. കൂടാതെ തന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല എങ്കിൽ സ്കിപ്പ് ചെയ്തു പോകുക. കാരണം വെറുതെ ഒരു ബാഡ് കർമ്മ എനർജി നിങ്ങളിൽ കണക്റ്റഡ് ആവരുത്. ഇത് ഡിവൈൻ്റെ ഒരു എനർജിയാണ് നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു പൂർണ്ണതയും ഒരു ആത്മാർത്ഥതയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കതിനെ മുന്നോട്ടേക്ക് ഫോളോ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നെഗറ്റിവിറ്റിയോട് കൂടി അല്ലെങ്കിൽ ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു എനർജിയോട് കൂടിയാണ് കാണുന്നതെങ്കിൽ അത് ബാഡ് കർമ്മയായിട്ട് നിങ്ങളെ പിന്തുടരും. അതുകൊണ്ട് തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോകുക. വരാഹി മന്ത്രവും മണി അഫർമേഷൻസും വീഡിയോയുടെ അവസാനം കിടപ്പുണ്ട്. എവിടെയാണെന്ന് ചോദിച്ച് ഇനിയും വരരുത്. കാരണം എല്ലാ വീഡിയോസിലും ഉണ്ട്. വരാഹി മന്ത്രം ബ്ലോക്കേജുകൾ മാറാനും നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു തുടക്കത്തിന് വേണ്ടിയിട്ടുമുള്ളതാണ്. മണി അഫർമേഷൻസും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ബ്ലോക്കേജുകൾ മാറാനും ഫിനാൻസ് നിങ്ങളിലേക്ക് ഒന്നിലധികം മേഖലകളിൽ നിന്നും കണക്റ്റഡ് ആകാനും ഉള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ഇന്നിപ്പോൾ നമുക്ക് ഓവറോൾ ഒരു എനർജി ഇന്നത്തെ ദിവസം നോക്കിയിട്ട് കുറച്ച് മാനസിക പെയിനോട് കൂടി കടന്നു പോകേണ്ടതായിട്ടും ചില കമ്മ്യൂണിക്കേഷനിലെ പ്രശ്നങ്ങളെ നേരിടേണ്ടതായിട്ട് വരുന്നതും അതുപോലെ തന്നെ ഇമോഷണലി ചിലപ്പോൾ നിങ്ങൾക്ക് ഫാമിലി സഹിതം മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് മൂവ് ഓൺ ചെയ്യേണ്ടി വരുന്ന, അതായത് എന്തെങ്കിലും പ്രോബ്ലംസുകളെ നേരിടേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസിനെയും ഒരു ഇമോഷണലി ഒരു ട്രാപ്പ്ഡ് എനർജി പോലെ ഒരു പെട്ടുപോകുന്ന സിറ്റുവേഷൻസൊക്കെയാണ് കേട്ടോ കാണുന്നത്. എന്താണെങ്കിലും ഒരു ജഡ്ജ്മെൻറ്റിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ചെയ്യുന്നവരുടെ എനർജിയൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. കരിയർ പാതയിലാണെങ്കിലും ശത്രുക്കൾ നല്ല രീതിയിൽ നിങ്ങളെ കണക്റ്റ് ചെയ്ത് നിൽക്കുന്ന, അതായത് നിങ്ങൾ ഭയപ്പെടുകയും ബൗണ്ടറി ഇടേണ്ടി വരുന്നതും കരിയർ പാതയിൽ ഒരു സ്റ്റക്നെസ്സൊക്കെ നിങ്ങളുടെ ലൈഫിൽ വളരെ ശക്തമായിട്ട് കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഗുഡ് ന്യൂസ് എനർജികൾക്കൊരു ഡിലേ കാണിക്കുന്നു. അതുപോലെ തന്നെ ഒരു വിൽ പവറൊക്കെ വേണ്ട സമയമായിട്ടൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. സൺറൈസിങ് ആണ് എങ്കിലും ഇമോഷണലി പെയിനും മൂവ് ഓൺ ചെയ്യേണ്ട സിറ്റുവേഷൻസുകളും വിശ്വാസവഞ്ചനയുടെ ചില സാഹചര്യങ്ങളെയൊക്കെ ഇന്നത്തെ ദിവസം കണക്റ്റ് ചെയ്യേണ്ടി വരുന്നു. ചിലപ്പോൾ ഈ പ്രതീക്ഷിക്കാത്ത ചില വ്യക്തികളിൽ നിന്നൊക്കെ ചെറിയ ചീറ്റിംഗ് ഒക്കെ നേരിടേണ്ടി വരുന്നു. അതല്ലെങ്കിൽ ചീറ്റിംഗ് ചെയ്ത വ്യക്തി നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരാളായിരുന്നു എന്ന് തിരിച്ചറിയുന്ന ഒരു ദിവസമായിട്ടൊക്കെ തന്നെയാണ് നമുക്ക് ഇന്നത്തെ ദിവസത്തെ കണക്റ്റ് ചെയ്ത് തന്നിരിക്കുന്നത് കേട്ടോ. കമ്മ്യൂണിക്കേഷനിലെ പ്രോബ്ലംസുകൾ വളരെ ശക്തമായിട്ടുണ്ട്. അതുപോലെ തന്നെ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാതെ മറ്റുള്ളവരെ അമിതമായിട്ട് വിശ്വസിച്ചതിൻ്റെ ഫലമായിട്ടൊക്കെ ഉള്ള ചെറിയ രീതിയിലെ പ്രോബ്ലംസുകളെയൊക്കെ ഇന്ന് നേരിടേണ്ടി വരുന്നുണ്ട്. ഇന്നൊരു ട്രാവലിംഗ് എനർജി ഉണ്ട് ഫാമിലി പരമായിട്ട്. എനിക്ക് തോന്നുന്നു എന്തൊക്കെയോ പ്രോബ്ലംസുകൾ കമ്മ്യൂണിക്കേഷൻ പരമായിട്ടുള്ള പ്രോബ്ലംസുകളായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്ക് തർക്കങ്ങളുടെ ഫലമായിട്ട് ചിലപ്പോൾ നമ്മളുടെ ഫാമിലി പേരൻറ്റിങ് എനർജിയിൽ നിന്ന് വിട്ടുപോകേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ വിട്ടു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസൊക്കെ ഇവിടെ വളരെയധികം ശക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. എന്താണേലും ഓവറോൾ എനർജിയിലേക്ക് നോക്കുമ്പം റിയൂണിയനും ഹാപ്പിനെസ്സും ഉണ്ട്. പക്ഷേ എന്നാൽ തന്നെ ഇന്ന് കുറേ ആളുകളെ സംബന്ധിച്ചൊരു സ്ട്രെസ് അനുഭവിച്ചുകൊണ്ടിരുന്ന, അതായത് ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ ഫാമിലിപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളുടെ ഫലമായിട്ട് നിങ്ങൾ ഇന്നത്തെ ദിവസം ഒരു ചേഞ്ചിങ്, നിങ്ങൾ താമസിക്കുന്ന സിറ്റുവേഷൻസിൽ നിന്നൊരു ചേഞ്ചിങ്ങിനുള്ളൊരു തീരുമാനം എടുക്കുന്നതാവാം. അതല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ചേഞ്ചിങ്ങിലേക്ക് പോകുന്ന ഒരു എനർജി ആവാം. നിങ്ങളൊരു മറ്റ് സിറ്റുവേഷൻസിലേക്ക് നിങ്ങളുടെ പാർട്ട്ണറോട് ഒരുമിച്ച് മാറ്റം സംഭവിക്കുന്നതായിട്ട് കാണുന്നത്. ഒരു ഒറ്റപ്പെടലിൻ്റെ ഒരു എനർജിയിലേക്ക് മാറുന്നു. അതായത് നിരാശയാണ് കാണിക്കുന്നത് കേട്ടോ. ഒരു എന്താ പറയുക, ഫ്യൂച്ചറിലേക്ക് അതൊരു പ്രോഗ്രസ് തന്നെയാണ്. ഈ ഒരു ട്രാവലിംഗ്, ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം ആരെങ്കിലും താമസിക്കുന്ന സ്ഥലം വിട്ടുകയോ അല്ലെങ്കിൽ കരിയർ പാതയിലാണെങ്കിലും നിങ്ങൾക്ക് ഇന്നൊരു ട്രാവലിംഗ് എനർജി, ഒരു ചേഞ്ചിങ്, ഒരു സ്ഥാനമാറ്റം സംഭവിക്കുന്നു, സ്ഥാനഭ്രമണം സംഭവിക്കുന്നു എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്കൊരു ചലനം, അതായത് നിങ്ങൾ എവിടെയാണോ നിന്ന് അവിടെ നിന്നും
നിങ്ങൾ ഒരുപാട് സ്ട്രെസ് അനുഭവിച്ചതിൻ്റെ ഫലമായിട്ടും പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷനായിട്ട് നിങ്ങൾ മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് മാറാൻ ശ്രമിക്കുന്നു. അതല്ലെങ്കിൽ നിങ്ങൾ മാറുന്നൊരു സാഹചര്യമാണ് കാണുന്നത്. ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നൊരു സിറ്റുവേഷൻസ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്താണേലും അതൊരു ഫ്യൂച്ചർ സക്സസ് ആണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾക്ക് വരുന്ന ആ ഒരു സ്ഥാനമാറ്റം, നിങ്ങൾ മറ്റൊരു സ്ഥലത്തേക്കുള്ള ആ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സക്സസ് ആണ്, ഒരു പ്രോഗ്രസ് ആണ് ഫ്യൂച്ചറിലേക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഫാമിലിപരമായിട്ട് പാർട്ട്ണർ എനർജിയുമായിട്ട് ഇന്നൊരു നെഗറ്റീവാകുന്ന ചില സിറ്റുവേഷൻസുകളെ, ഒരു ഭയത്തെ, ഒരു ഉത്കണ്ഠയൊക്കെ നിങ്ങൾ നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ഇമോഷണൽ പരമാകുന്ന ചില കാര്യങ്ങളിൽ നിങ്ങളെടുത്ത ആക്ഷൻ, നിങ്ങൾ എന്ത് കാര്യമാണോ ഒന്നും നോക്കാതെ ഒരു ലോങ് ടൈം കമ്മിറ്റ്മെൻ്റ് എന്ന് ചിന്തിച്ച്, നിങ്ങളുടെ ഒരു മാര്യേജ് സിറ്റുവേഷൻസ് ആയിരിക്കാം, ഒരു വ്യക്തിയെ നിങ്ങൾ സജസ്റ്റ് ചെയ്തതായിരിക്കാം, അതല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് വേണ്ടിയിട്ട് നിങ്ങളെടുത്ത ഒരു ആക്ഷൻ ഇമോഷണലി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു പെയിൻ നൽകുന്നു എന്ന് കാണുന്നു കേട്ടോ. ഒന്നെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ട് എന്ന ഒരു തിരിച്ചറിവ് ഇന്ന് നിങ്ങൾക്കുണ്ടാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരു സാഹചര്യം കൂടി ഉണ്ട് എന്നത് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നു. ആ മനസ്സിലാക്കുന്നതിൻ്റെ ഫലമായിട്ട് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണർക്ക് പ്രാധാന്യം കൊടുത്ത് നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ടൊരു ആക്ഷൻ എടുത്തെടുത്താണ് നിങ്ങളെ ഇപ്പം പെടുത്തി കളഞ്ഞിരിക്കുന്ന ഒരു ഡാർക്ക് എനർജിയിൽ പെടുന്ന ഒരു നിരാശ, ഇമോഷണലി നിങ്ങളെ ശരിക്കും മിസ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. അതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ട് നിങ്ങളുടെ റിലേഷൻ പരമായ ബന്ധത്തിൽ എന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ടും ഇന്നത്തെ ദിവസം മനസ്സിലാകുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ഒരു ഇമോഷണൽ പെയിൻ ആകുന്ന, അതായത് ഇത് ഒരു ഹാർഡ് വർക്കിംഗ്, നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് പെട്ടെന്ന് എടുത്ത് ചാടി നിങ്ങളെടുത്തൊരു തീരുമാനത്തിൽ നിങ്ങൾ വളരെയധികം സ്റ്റക്കായിട്ട് നിൽക്കുന്നു. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് എനർജി ആവാം, റിലേഷൻ ആവാം, കരിയർ പാതയുമായിട്ട് കണക്റ്റ് ചെയ്തൊരു പുതിയ ആക്ഷൻ എടുത്തതാവാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത സിറ്റുവേഷൻസിനെ കണക്റ്റ് ചെയ്ത് നിങ്ങളൊരു വെല്ലുവിളിയെ നിങ്ങളൊരു പൂർണ്ണമായിട്ടും ഒരു തീരുമാനം എടുത്തെടുത്ത് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ളൊരു ചീറ്റിംഗ് സംഭവിച്ചിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട് കേട്ടോ. കുറേ കാലങ്ങളായി നിങ്ങൾ ആ ഒരു പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നൊരു വലിയ ശക്തമാവുന്നൊരു ഹാർട്ട് ബ്രോക്കൺ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളെ പിന്നിൽ നിന്നും നിങ്ങൾ വിശ്വസിച്ച ചില വ്യക്തികൾ ചീറ്റിംഗ് ചെയ്തു എന്ന് തന്നെയാണ് കാണുന്നത്. ഇനി ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്തതിലുമാകാം നിങ്ങൾക്ക് അങ്ങനെ ഒരു ചീറ്റിംഗ് എനർജി സംഭവിച്ച് നിൽക്കുന്നത്. അതായത് നിങ്ങളെ സ്റ്റക്കാക്കി കളഞ്ഞതായിട്ടാണ് കാണുന്നത്. കുറേ കാലങ്ങളായിട്ട് നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിക്കാൻ പരിശ്രമിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എന്താണെങ്കിലും ഇന്ന് അതിനെ സംബന്ധിച്ച് ഒരു ഗുഡ് ന്യൂസ് എനർജി നിങ്ങളെ തേടി വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഒരിക്കലും ഇല്ല എന്ന് ചിന്തിച്ചതാവാം, അതല്ലെങ്കിൽ ഡിലേ ആയി കിടന്നൊരു കാര്യമാവാം. നിങ്ങൾക്ക് എന്ത് കാര്യമാണോ നിങ്ങൾ മറ്റുള്ളവരോട് വിശ്വാസത്തോടു കൂടി തുടങ്ങി വെച്ചത്, ഒരു ന്യൂ ഐഡിയ തോന്നി, ഒരു ന്യൂ ബിഗിനിങ് പോലെ നിങ്ങൾ തുടങ്ങി വെച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റത്തിന് വേണ്ടിയിട്ട്, ചിലപ്പോൾ അതൊരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ എനർജിയും കൂടി നമുക്കിവിടെ കാണുന്നുണ്ട് കേട്ടോ. ഒന്നിലധികം വ്യക്തികൾ ഇൻവോൾവ് ആയ ഒരു കാര്യത്തിൽ നിങ്ങൾ പൂർണ്ണമായും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് ചെയ്ത കാര്യത്തിൽ നിങ്ങളെ ശക്തമായിട്ട് ചീറ്റിംഗ് ചെയ്തിരുന്നു. ആ ചീറ്റിങ്ങിൽ നിങ്ങൾ കാലങ്ങളായിട്ട് അതിജീവിക്കാൻ പെടാപ്പാട് പെട്ടുകൊണ്ടിരുന്നുവെങ്കിൽ ഇന്ന് ആ ഒരു കാര്യത്തെ സംബന്ധിച്ചൊരു ഗുഡ് ന്യൂസ് നിങ്ങളെ തേടി വരുന്നുണ്ട്. അതായത് ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു. അത് ലീഗൽ പരമായിട്ടൊക്കെ നിങ്ങൾ ഫൈറ്റ് ചെയ്തിരുന്നതാണെങ്കിൽ അവിടെയും നിങ്ങളിൽ ഒരു പോസിറ്റിവിറ്റി, ഒരു ന്യൂ കോൺട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന പുതിയൊരു തുടക്കം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻസിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, കമ്മ്യൂണിക്കേഷൻ ക്ലിയർ അല്ലാത്ത ചില കാര്യങ്ങളെ നിങ്ങൾ ക്യാരി ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനകത്തൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഇമോഷണൽ പരമാകുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സ്റ്റക്കായിട്ട് നിൽക്കുന്നു. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് അത്രത്തോളം വേണ്ടപ്പെട്ട ചില വ്യക്തികളുമായിട്ടുള്ള ബന്ധമാവാം, നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ചില ഒന്നിലധികം കാര്യങ്ങളെ നിങ്ങളെ ബന്ധനത്തിലാക്കി നിർത്തിയിരിക്കുന്നതായിട്ട് കാണുന്ന ഒരു ബ്ലൈൻഡ് എനർജി. എന്താണ് ചെയ്യേണ്ടത്, അതായത് മുന്നിലും പിന്നിലും നിങ്ങൾക്ക് അപകടകരമാകുന്ന സിറ്റുവേഷൻസ്, ഒന്ന് ഫാമിലിയുമാകാം, ഒന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഇമോഷൻസുമാകാം. ഈ രണ്ട് സിറ്റുവേഷൻസിൻ്റെ നടുവിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തെയാണ് കാണിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹാർട്ട് ബ്രോക്കൺ ആണ്, ഇമോഷണൽ ചീറ്റിംഗ് ആണ് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് രണ്ട് സിറ്റുവേഷൻസും നിങ്ങളുമായിട്ട് ഫൈറ്റിംഗ് ചെയ്യുന്നു. ഈ രണ്ട് സിറ്റുവേഷൻസിൻ്റെ ഇടയിൽ പെട്ട് നിങ്ങൾ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികളായിട്ടാണ് കാണുന്നത്.
ഒരു ഫെമിനിയൻ എനർജിയെയും ഫാമിലി എനർജിയെയും കണക്റ്റ് ചെയ്ത് നിങ്ങൾ ശ്വാസം മുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും ഇന്ന് നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് വളരെ കോൺഫിഡൻസോടു കൂടി ഒരു ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. അതായത് ഒരു പ്രശ്ന പരിഹാരം നിങ്ങൾ കണ്ടെത്തും. നിങ്ങൾ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന, നിങ്ങളുടെ ഇമോഷണൽ ബാലൻസ് വരുത്തുന്നു. അതായത് മനസ്സ് സ്ട്രെങ്ത് ആയാൽ മാത്രമാണ് എന്തു പ്രശ്നങ്ങളെയും നമുക്ക് അതിജീവിക്കാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ ഒരു നിസ്സഹായതയോടുകൂടി നിന്ന സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങളൊരു സ്ട്രോങ് ആയിട്ട് ബുദ്ധിപൂർവ്വം കാര്യത്തിന് പരിഹാരം കാണുന്ന ഒരു സാഹചര്യം ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അതുപോലെ കരിയർ പാതയിലൊക്കെ കുറച്ച് ബർഡൻ എനർജിയിലൂടെ പോകുന്ന വ്യക്തികളാണ് എങ്കിൽ നിങ്ങൾക്കൊരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ല. കരിയർ പാതയിൽ എപ്പോഴും കോൺഫ്ലിക്റ്റുകളും തടസ്സങ്ങളും ഫൈറ്റിംഗ് എനർജികളും അതുപോലെ തന്നെ മറ്റുള്ളവർ നിങ്ങളോടൊപ്പം മത്സരിക്കാൻ ഇറങ്ങുന്ന സിറ്റുവേഷൻസ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന വ്യക്തികളാണ് എങ്കിൽ ആവശ്യമില്ലാത്ത എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഏറ്റെടുത്ത് നിങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നു. ഹാർഡ് വർക്ക് ചെയ്യാൻ മടിയില്ലാത്ത വ്യക്തികൾ, അതുപോലെ നല്ല രീതിയിൽ ഹാർഡ് വർക്കിംഗ് ചെയ്യും. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളൂടി ഏറ്റെടുത്ത് അതും ചുമന്നുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യത്തിലൂടെ നിങ്ങൾ പോകുന്ന വ്യക്തികളാണ് എങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾക്കൊരു ബർഡൻ എൻഡിങ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഫാമിലിപരമായിട്ടുള്ളൊരു എനർജിയിലേക്ക് വരുമ്പോൾ കുറച്ച് വ്യക്തികളിൽ ഒരു ബിഗ് ചേഞ്ചിങ് കുടുംബ ജീവിതത്തിൽ സംഭവിക്കുന്നു. ചിലപ്പോൾ ഒരു സെപ്പറേഷൻ പീരീഡിലൊക്കെ നിന്ന വ്യക്തികളാണ് എങ്കിൽ മറ്റുള്ളവരുടെ ഒരു മധ്യസ്ഥതയോടുകൂടി ആരുടെയൊക്കെയോ കുറച്ച് ഉപദേശത്തിൻ്റെ ഫലമായിട്ട് ഒരു കൂടിച്ചേരൽ കാണുന്നുണ്ട് കേട്ടോ. ഒരു ഹാപ്പിനെസ് ഇന്നത്തെ ദിവസം ഫാമിലിപരമായിട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ്റെ എനർജിയിൽ ശക്തമാകുന്ന ഒരു ഇമോഷണൽ ബാലൻസ്, ഒരു സന്തോഷം നിങ്ങളെ തേടി വരുന്നുണ്ട്. കാരണം ഇതൊന്നെങ്കിൽ മറ്റാരൊക്കെയോ നിങ്ങൾക്കിടയിൽ മധ്യസ്ഥതയോടുകൂടി നിങ്ങൾക്ക് ചില ഗൈഡൻസുകൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിന് കൊടുത്ത ഗൈഡൻസിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഈ ഒരു ചേഞ്ചിങ് എന്നാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. എന്താണെങ്കിലും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സിറ്റുവേഷൻസിനെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചില കാര്യങ്ങളിൽ നിങ്ങൾ ഫോക്കസിങ് ചെയ്തിരുന്ന, നിങ്ങൾ ഒരുപാട് സ്വപ്നം കണ്ടിരുന്ന ഒരു മാറ്റം വേണം, ജീവിതത്തിൽ ഒരു ചേഞ്ചിങ് വേണമെന്ന് നിങ്ങൾ കാലങ്ങളായിട്ട് നിങ്ങൾ ചേർത്ത് പിടിച്ചിരുന്ന ചില കാര്യങ്ങൾ, ഒരു പാഷൻ എനർജിയാണ് കേട്ടോ അവിടെ കാണുന്നത്. അതായത് ആക്ഷൻ എടുക്കാതെ നിങ്ങൾ ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടന്ന ചില കാര്യങ്ങളിൽ ഒരു ഹോപ്പ് നിങ്ങൾക്ക് ഇന്ന് ഓപ്പണിംഗ് ആവുന്ന, ഒരു സക്സസ്ഫുൾ ആകുന്ന ഒരു സിറ്റുവേഷൻസ് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നു എന്നാണ് കാണുന്നത്. അതായത് ഒരു സെലിബ്രേഷൻ, നിങ്ങളുടെ ആ ഒരു കഴിവ്, ചിലപ്പോൾ സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് ഊർജ്ജസ്വലതയോട് കൂടി പ്രവർത്തിക്കുന്ന വ്യക്തികളാവാം. നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും സൃഷ്ടികളൊക്കെ നടത്തുന്ന, ഒന്നെങ്കിൽ പെയിൻറ്റിങ് ആവാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ആർട്ട് വർക്കുകൾ ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് കേട്ടോ. അതിൽ നിങ്ങൾ വളരെയധികം പ്രഷ്യസ് ആകുന്നു. മറ്റുള്ളവർ അഭിനന്ദിക്കപ്പെടാൻ പാകത്തിനുള്ള ചില കാര്യങ്ങൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. നിങ്ങൾക്ക് എല്ലാ രീതിയിലും, ഇമോഷണലി ആണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും എല്ലാ രീതിയിലും ആക്ഷൻ എടുക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലിയറിങ്സ്, ഇങ്ങനെയുള്ള എല്ലാ ഭാഗങ്ങളിലും നിങ്ങൾക്കൊരു പൂർണ്ണത, ഒരു പവർ, നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പിംഗ് എനർജിയിലൂടെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കടന്നു പോകാൻ പറ്റുമെന്നാണ് കാണുന്നത്. അപ്പോൾ ഈ കലാപരമാകുന്ന മേഖലകളിൽ ഒരു പാഷൻ എനർജി, അത് സ്വപ്നം കണ്ടുകൊണ്ട് അതിൽ തന്നെ ഫോക്കസിങ് ചെയ്ത വ്യക്തികൾക്ക് ഇന്ന് അതിനു വേണ്ട പല കാര്യങ്ങളും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്ന അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നു. നിങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള ചില മാർഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോലും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചില സന്ദേശങ്ങൾ, ചില ഗുഡ് ന്യൂസുകൾ നിങ്ങളെ തേടി വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജി, ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങളിലുള്ള ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജിയാണ് കാണുന്നത്. അത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് കേട്ടോ. ആരുടെയെങ്കിലും കോളോ മെസ്സേജോ അല്ലെങ്കിൽ ഒരു കോണ്ടാക്റ്റ് നിങ്ങൾ ബ്ലോക്ക് ചെയ്തോ നോ കോണ്ടാക്റ്റ് എനർജിയിലൊക്കെ നിൽക്കുന്ന വ്യക്തികളുടെ ഒരു കണക്ഷൻ, ആ ഒരു എനർജി നിങ്ങളെ തേടി ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ചില വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു ഒറ്റപ്പെടലിൽ, നിങ്ങൾ കാലങ്ങളായിട്ട് ചിലപ്പോൾ ഈ ഒരു ഏജ് ആയിട്ട് പോലും, ഒരു 40 അബോവ് ഒക്കെ ആയിട്ട് പോലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എലോണായിട്ട് ഒറ്റപ്പെട്ട് തന്നെ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ, ആ ജീവിതത്തിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിലും നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് തന്നെ, അതായത് ഡിവൈൻ നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് തരുന്നുണ്ട്. ആ ഏജ്ഡായ ചില വ്യക്തികളുടെ ലൈഫിലേക്ക് ഒരു അൺകണ്ടീഷണൽ ലവ് എനർജി കണക്റ്റഡ് ആവുന്നുണ്ട് കേട്ടോ. ഒരു പേഴ്സൻ്റെ കടന്നുവരവ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു വ്യക്തി നിങ്ങളിലേക്ക് കടന്നു വരുന്നു, നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ, അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിട്ടും ആ ഒരു പേഴ്സണെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാത്ത ഒരു വ്യക്തിയുടെ ഒരു പ്രസൻസ് നിങ്ങൾക്ക് ഇന്ന് ലഭിക്കുന്നതായിട്ടുള്ള ഒരു എനർജി കാണുന്നുണ്ട്. അത് ഒറ്റപ്പെടലിലൂടെ ജീവിക്കുന്ന വ്യക്തികളിലാണ് കേട്ടോ കാണുന്നത്.
ഒരു ഏജ്ഡ് ആയിട്ടും ഒറ്റയ്ക്ക് എലോൺ ആയിട്ട് ജീവിക്കുന്ന ചില വ്യക്തികളിലേക്ക് തീർച്ചയായിട്ടും ഒരു ജഡ്ജ്മെൻറ്റിങ്, ഒരു ന്യായം ഡിവൈൻസ് നടത്തുന്നു. അതായത് ഒരു കുടുംബം, ജീവിതം, സ്നേഹമൊക്കെ നിങ്ങൾക്ക് അനുഭവിക്കാനുള്ളൊരു യോഗം നിങ്ങൾക്ക് ഇന്ന് തൊട്ട് വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ സ്റ്റക്കായിട്ട് സെൽഫായിട്ടൊരു ഇരയാക്കപ്പെട്ട് നിൽക്കുന്ന, അതായത് എനിക്ക് തോന്നുന്നു നിങ്ങൾ എന്തോ ഒരു എഫോർട്ടിങ് എടുക്കുന്നുണ്ട്. അതായത് പാസ്റ്റിലൊരു ഇമോഷൻസിനെ കണക്റ്റ് ചെയ്ത് നിങ്ങൾ വെയിറ്റിംഗ് ആണെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് വർഷങ്ങളായിട്ടോ അതല്ലെങ്കിൽ മാസങ്ങളായിട്ടോ നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ഇന്നൊരു യൂണിയൻ എനർജി, അതായത് ചൈൽഡ്ഹുഡ് കാലഘട്ടം എന്ന് പറയാം, നിങ്ങൾക്ക് പാസ്റ്റിൽ നിന്നും ഒരു പേഴ്സൻ്റെ എനർജി ഇന്ന് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ ഒരുപാട് എഫോർട്ട് എടുത്ത ഒരു ബന്ധം, നിങ്ങൾ ആ ഒരു ബന്ധത്തിന് വാല്യൂ കൊടുത്തിരുന്നു, നിങ്ങൾ എഫോർട്ട് എടുത്തിരുന്ന ഒരു ബന്ധം നിങ്ങളെ തേടി വരുന്നു. അതായത് നിങ്ങളിൽ നിന്നും വിട്ടുപോയത്, നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു ചീറ്റിംഗ് ലഭിച്ചിട്ടുള്ളൊരു ബന്ധമായിരിക്കാം. അതുപോലെ ആ ഒരു ബന്ധത്തെ കണക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് ആകുന്ന എക്സ്പീരിയൻസ് മാത്രം ഉണ്ടായിട്ടുള്ളൊരു റിലേഷൻ ആവാം. നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് ഒക്കെ നഷ്ടപ്പെടുത്തി കളഞ്ഞ ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുള്ളൊരു റിലേഷൻ ആവാം. അതായത് ടോട്ടലി നിങ്ങളെ ഒരു ട്രാപ്പ്ഡ് എനർജിയിലാക്കിയ ഒരു ബന്ധം നിങ്ങളെ തേടി വരുന്നു. പക്ഷേ ആ ഒരു റിലേഷന് വേണ്ടി നിങ്ങൾ എഫോർട്ട് എടുക്കുന്നുണ്ടായിരുന്നു. എഫോർട്ട് മീൻസ് നിങ്ങൾ അതിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അങ്ങനെ പാസ്റ്റിൽ നിന്നും ഒരു പേഴ്സൻ്റെ റീ എൻട്രി ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. അതുപോലെ തന്നെ അത് ചാരിയേറ്റ് എനർജി വന്നിട്ടുണ്ട്. അതായത് ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റ്, കുറേ ആളുകളെ സംബന്ധിച്ചൊരു മെച്യൂരിറ്റിയോടുകൂടി കാര്യങ്ങളെ കാണാനും സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുക്കാനും, കൺഫ്യൂഷൻ എനർജി, എന്ത് ചെയ്യണമെന്നുള്ള കൺഫ്യൂഷനിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മാറ്റം വരുന്നുണ്ട്. കാരണം നിങ്ങൾ ശരിക്കും ഒരുപാട് പ്രോബ്ലംസിനെ അതിജീവിച്ചും മറ്റുള്ള സാഹചര്യങ്ങളെ പേടിച്ചും സമൂഹത്തെ പേടിച്ചും അതല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള വ്യക്തികളിൽ പേടിച്ചും, അതുപോലെ ഒരു കൺഫ്യൂഷൻ, സംശയം എന്ന എനർജിയിലൂടെ ആരാണ് നല്ലത്, ആരാണ് ചീത്ത, ആരെ വിശ്വസിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളെ തരണം ചെയ്യേണ്ടി വന്ന ഒരു സ്റ്റക്ക് എനർജിയിൽ നിൽക്കുന്ന വ്യക്തികൾ. അതായത് നിങ്ങൾക്ക് പോസിറ്റീവ് ഉണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾ നെഗറ്റീവിനെയും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരു വിജയത്തിൽ നിന്ന് വീണ്ടും നിങ്ങൾ പരാജയത്തിലേക്കൊക്കെ ഒരുപാട് പ്രാവശ്യം വീണുപോയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ ഇന്നൊരു വിൽ പവറൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. അതുപോലെ തന്നെ ചില കാർമിക് സിറ്റുവേഷൻസുകൾ നിങ്ങൾ ഒരുപാട് കണക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ മാനസികമായിട്ട് കണക്റ്റ് ചെയ്ത് അതിനെ ഇങ്ങനെ ക്യാരി ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ചില കാർമിക്കാകുന്ന സിറ്റുവേഷൻസുകൾ എൻഡ് ആകുന്നുണ്ട് ഇന്ന് ലൈഫിൽ. അതുപോലെ നിങ്ങളുടെ ഒരു മാനിഫെസ്റ്റേഷൻ, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ജീവിതത്തിലേക്ക് എന്തെങ്കിലും ഒരു തുടക്കത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് കാര്യമായിക്കോട്ടെ, കരിയർ ആയിക്കോട്ടെ, ഫിനാൻസ് ആയിക്കോട്ടെ, ഇമോഷൻസ് ആയിക്കോട്ടെ, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടിയോ വീടോ ഒക്കെ വാങ്ങാനായിക്കോട്ടെ, നിങ്ങൾക്ക് ഹെൽത്ത് പരമാകുന്ന ചില കാര്യങ്ങളായിക്കോട്ടെ, നിങ്ങൾ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പരമാകുന്ന കാര്യങ്ങളായിക്കോട്ടെ, നിങ്ങൾ എന്തിനെയാണോ മാനിഫെസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു കാര്യം നിങ്ങൾക്ക് ഓപ്പണിംഗ് ആകുന്നു എന്നാണ് കാണുന്നത്. അത് പ്രഷ്യസ് ആയിട്ട് നിങ്ങളിലേക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുപോലെ നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത, കരിയർ പാതയിൽ ചീറ്റിംഗ് ചെയ്ത ചില കാര്യങ്ങളിൽ നിങ്ങൾ ഇപ്പോഴും സ്റ്റക്കാണ്. ഒരു ചീറ്റിംഗ് എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രഗിളിങ്ങിന് നിങ്ങൾക്കൊരു വാല്യൂ ലഭിക്കാതെ നിൽക്കുന്ന ചില സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾ അതിജീവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഒരു ബൗണ്ടറി തീർത്ത് നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രോങ് എനർജിയിലേക്ക് മാറുന്നു എന്ന് തന്നെ പറയാൻ പറ്റും കേട്ടോ. നിങ്ങൾ എത്രത്തോളം സ്ട്രഗിളിങ് നിങ്ങളുടെ കരിയർ പാതയിൽ ചെയ്യുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾക്കൊരു വാല്യൂ കിട്ടാതെ പോയ ചില സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു മൂവ്മെൻറ്റ്സ് ഉണ്ടാകുന്നു. നിങ്ങൾ മാറി ചിന്തിക്കുന്നു. ചില വ്യക്തികളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകറ്റി നിർത്തുന്ന അല്ലെങ്കിൽ ഒരു ബൗണ്ടറി തീർത്ത് നിർത്തുന്ന ഒരു സാഹചര്യം കരിയർ പാതയുമായിട്ട് കണക്റ്റ് ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റീസൊക്കെ കരിയർ പാതയെ കണക്റ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണുന്നുണ്ട്. പോസിറ്റീവ് ആകുന്നൊരു ഓപ്പർച്യൂണിറ്റി, അതുപോലെ ഒരു കടൽ കടന്നു പോകാനുള്ളൊരു യോഗം ചില വ്യക്തികൾ വെയിറ്റിംഗ് ചെയ്യുന്ന വ്യക്തികളുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കടൽ കടന്ന് നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിലുള്ള വ്യക്തികളോ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു സമയമായിക്കൊണ്ടിരിക്കുന്നു. കുറച്ചുകൂടി ടൈം എടുക്കും. അതായത് ഒരു ചെറിയ പ്രതിസന്ധി ഘട്ടങ്ങളുണ്ട്. ഈ കടൽ കടന്നു പോകുക എന്നത്, ഒരു എയർ ട്രാവലിംഗ് എന്ന് പറയുന്നത് അതൊരു യോഗമാണ് എന്ന് ചിന്തിക്കണം. അതിൻ്റെ സമയമാവാതെ നമ്മളിനി എത്ര തലകുത്തി മറിഞ്ഞാലും അത് നമ്മളിലേക്ക് വന്നു ചേരില്ല. അതിൻ്റെ സമയം കറക്റ്റ് ആണെങ്കിൽ നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിലും നമുക്ക് പോകേണ്ടി വരുമെന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ.
ഈ വിവാഹം, സ്ഥലം വാങ്ങുക, വീട് പണിയുക, എയർ ട്രാവലിങ്, അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവർ 4 പേര് അറിയാൻ പാകത്തിന് ഒരു ഉയർച്ചയിലേക്ക് എത്തുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്രപഞ്ചം നമുക്ക് നൽകുന്നതാണ്. നമ്മുടെ പോസിറ്റിവിറ്റി നമ്മുടെ നന്മയ്ക്കും അനുസരിച്ച് തന്നെയായിരിക്കും, നമ്മുടെ പാസ്റ്റ് ലൈഫിൻ്റെ കർമ്മയ്ക്കും അനുസരിച്ച് തന്നെയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നത്, സക്സസ് വരുന്നതെന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പം ഇനിയാണെങ്കിലും നമ്മൾ പ്രാർത്ഥനയ്ക്കും മെഡിറ്റേഷൻസിനും അതുപോലെ കുറച്ചൊക്കെ ആതുര സേവനങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു സന്നദ്ധതയൊക്കെ നമ്മൾ കാണിക്കണം. നമ്മുടെ കഴിവിനനുസരിച്ച് നമുക്ക് 10 രൂപ വരുമാനം ഉള്ളെങ്കിൽ 50 പൈസ നമ്മൾ അതിനുവേണ്ടി മാറ്റി വെച്ചേച്ചാൽ മതി. അതാണ് ഏറ്റവും നല്ല ഒരു ഉപാധി, നമ്മുടെ ബാഡ് കർമ്മ മാറാനുള്ള ഉപാധി എന്ന് പറയുന്നത് ആതുര സേവനം ചെയ്യുക എന്നത് തന്നെയാണ് കേട്ടോ. അതുപോലെ ഇന്ന് ഫ്രണ്ട്ഷിപ്പ് എനർജിയിലൊക്കെ വളരെ ഹാപ്പിനെസ്സോടുകൂടി നല്ല പോസിറ്റീവ് ആകുന്ന നിങ്ങളുടെ ചില സ്വപ്നങ്ങളൊക്കെ റിയാലിറ്റി ആകുന്നു. ബ്ലോക്കിംഗ് എനർജിയിലൊക്കെ നിന്ന ചില വ്യക്തികൾ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ. നിങ്ങളെ കണക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു റീ എൻട്രി എനർജി ഉണ്ട് കേട്ടോ. റീയൂണിയൻ സംഭവിക്കുന്നുണ്ട്. ഇമോഷണൽ പരമാകുന്ന ചില ബന്ധങ്ങൾ, ഫ്രണ്ട്ഷിപ്പ് എനർജി ആണെങ്കിലും നിങ്ങളെ തേടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചില വ്യക്തികൾ ഇമോഷൻസിനെ ഉപേക്ഷിച്ച് നിങ്ങൾ ലൈഫിൽ ഒരുപാട് എക്സ്പീരിയൻസ് നേടി ഒരുപാട് വ്യക്തികളിൽ നിന്ന് നല്ല രീതിയിലുള്ള ചീറ്റിംഗ് ഒക്കെ അനുഭവിക്കുന്ന ചില വ്യക്തികൾ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് മൂവ് ഓൺ ചെയ്തവർ, അതായത് ഇമോഷണൽ പരമാകുന്ന അഡിക്ഷൻ എനർജിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്തവർ തീർച്ചയായിട്ടും സക്സസ്സിലേക്ക് മാറുകയാണ്. പക്ഷേ ഇതിനകത്ത് ഇമോഷണൽ പെയിൻ അനുഭവിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് നിരാശയോടുകൂടി നിൽക്കുന്ന വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട്. തീർച്ചയായിട്ടും മെഡിറ്റേഷൻസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.